കോഴിക്കോട് കോവൂരിലെ ഓടയിൽ വീണ് കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്നലെ കനത്ത മഴയെ തുടർന്ന് മഴയ്ക്കിടെ ഉണ്ടായ ഒരു അപകടമായിരുന്നു കാണാതായി. ഇന്നലെ 1.5 വരെ തെരഞ്ഞു കിട്ടിയിരുന്നില്ല. ഇപ്പൊ ഇന്ന് രാവിലെയുള്ള തെരച്ചിലിൽ കിട്ടിയെന്നാണ് പറയുന്നത്. കോവൂർ സ്വദേശി ശശിയാണ് മരിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. അതിന്റെ വിവരങ്ങളുമായി മിഥില ബാലൻ ഒന്ന് കോഴിക്കോടുണ്ട്. മിഥിലയിലേക്ക് ഒന്ന് പോകും. അപ്പൊ മിഥില ബാലിലേക്ക് പോകുന്നു. മിഥില, ഇന്നലെ രാത്രി 1.5 വരെ തെരച്ചിൽ നടത്തിയതാണ്. എന്നാൽ കൂടി നമുക്ക് അവസാനവട്ടം പ്രതീക്ഷ ഉണ്ടായിരുന്നു ശശിയെ ജീവനോട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ. എന്തായാലും ആ പ്രതീക്ഷകൾ അസ്തമിച്ചു. മിഥില, അതെ ആഷ്മി, ആ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ ഓടയിൽ നിന്ന് പുറത്തെടുത്ത് റോഡിലേക്ക് മാറ്റി കിടത്തിയിട്ടുണ്ട്. പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 8-നും 9-നും ഇടയിലായിരുന്നു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നതിനിടെ ഓടയിലേക്ക് മറിഞ്ഞു വീണത്. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തിയ പരിശോധന 3 കിലോമീറ്ററോളം ഈ ഓടയിൽ നടന്നും എല്ലാം തന്നെ അവർ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കോഴിക്കോട് നഗരത്തിൽ ഇന്നലെ ശക്തമായ മഴയാണ്. അതുകൊണ്ട് തന്നെ ഈ കോവൂർ മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയുണ്ടായിരുന്നു. വലിയ രീതിയിൽ വെള്ളം ശക്തമായി ഈ ഓടയിലൂടെ ഒഴുകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ്, ആ ശക്തമായ മഴ പെയ്യുന്ന ഒരു സമയത്താണ്, മഴ ഉള്ളതുകൊണ്ടായിരുന്നു ഈ ശശി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് കയറിയിരുന്ന് തൊട്ടു പിന്നിലായിരുന്നു ഓടയുണ്ടായിരുന്നത്. അങ്ങോട്ട് മറിഞ്ഞ് വീഴുകയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസും ആദ്യം പ്രദേശവാസികളാണ് ഇത് അറിഞ്ഞത്, വീണത് കണ്ടത്. അവർ അപ്പോൾ തന്നെ പരിശോധന നടത്തി. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത്ര ശക്തമായിരുന്നു ഈ ഒരു ഒഴുക്ക് എന്നത്. ഇപ്പോൾ ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഈ കാണാതായി 1.5 കിലോമീറ്റർ മാറി അത്താണിക്കൽ എന്ന സ്ഥലത്ത് ഇക്ര ഹോസ്പിറ്റലിൻ്റെ ചെറിയൊരു ബ്രാഞ്ച് ഉണ്ട്. അതിന് സമീപത്ത് വെച്ചാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഓടയിൽ നിന്നിപ്പോൾ മൃതദേഹം എടുത്ത് പുറത്തേക്ക് റോഡിലേക്ക് മാറ്റി കിടത്തിയിട്ടുണ്ട്. ഏകദേശം ഇന്നലെ ഇയാളെ കാണാതായി ഏകദേശം 1.5 കിലോമീറ്റർ മാറിയ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ പരിശോധനയിൽ ഇപ്പോൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. രാവിലെ സെർച്ചിങ് തുടങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ നാട്ടുകാരോ കണ്ടെത്തിയാണ്. നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയാണ് നമ്മളിത് റിക്കവർ ചെയ്തത്. എങ്ങനെ ഇത് അപകടം നടന്നത് കുറച്ച് ഒരു 300 മീറ്ററോളം ഇപ്പുറത്തായി വിട്ടിട്ടാണ്. പരിശോധന നടത്തിയായിരുന്നു. ഇന്നലെ രാത്രി പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ രാത്രി തെരച്ചിൽ നിർത്തി വെച്ചാണ്. അതെ, ഈ മേഖലയിൽ എത്തിയിട്ടില്ല. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പരിശോധന നടത്തി ഇവിടെ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഓക്കെ ഇന്നലെ എന്തായിരുന്നു ഈ ഭാഗത്ത് പരിശോധന നടത്തിയായിരുന്നു? അല്ല, ഈ ഭാഗത്തോട് ഇങ്ങനെ പരിശോധന നടത്തി വരികയായിരുന്നു. രാത്രി കഴിയുമ്പോൾ തെരച്ചിൽ നിർത്തി വെച്ചാണ്. അതെ. ഇന്നലെ പിന്നെ പ്രതികൂല കാലാവസ്ഥയായിരുന്നു. അപ്പം പിന്നെ രാത്രി തെരച്ചിൽ നിർത്തി വെച്ചാണ്. ഇന്ന് രാവിലെ നേരത്തെ തുടരാനുള്ള ഇതിൽ രാത്രി നിർത്തി വെച്ചാണ്. ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്നും കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ വാക്കുകളാണ് കേട്ടത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നത്, ഇന്നലെ ഈ ഭാഗത്തേക്ക് പരിശോധന നടത്താൻ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഈ ഒരു തരത്തിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ശക്തമായ ഒഴുക്ക് ഈ സമയത്ത് ഈ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശക്തമായ ഒഴുക്ക്. ഇന്നലെ നല്ല മഴ കോഴിക്കോട് ഉണ്ട്, കോവൂർ മേഖലകൾ ഉൾപ്പെടെ ഉണ്ട്. ഈ നമ്മൾ രാവിലെ എത്തിയ സമയത്ത് പ്രദേശവാസികൾ പറഞ്ഞ ഒരു കാര്യം എന്നത് ആ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് നല്ല ഈ ഒരു ഓടയിൽ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. ആ ശക്തമായ ഒഴുക്ക് എന്ന് പറയുന്നത് റോഡിനോട് ചേർന്ന് റോഡിൽ വരെ വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടായി. ഒരു പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നതിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശക്തമായ ഒഴുക്ക് ഈ ഓടയിലുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും 3 കിലോമീറ്ററോളം ദൂരം ഈ ഓടയിലൂടെ നടന്ന് ഫയർഫോഴ്സും നാട്ടുകാരുമെല്ലാം പരിശോധന നടത്തി എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അല്പസമയം മുമ്പാണ് ഈ കാണാതായ ആ ഒരു സ്ഥലത്ത് നിന്നും 1.5 കിലോമീറ്റർ മാറി അത്താണിക്കൽ എന്ന സ്ഥലത്ത് വെച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ ഓടയിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഫയർഫോഴ്സ് പരിശോധനയ്ക്ക്, അതായത് ഇന്ന് രാവിലെ പരിശോധന പുനരാരംഭിക്കാനിരിക്കുകയായിരുന്നു. ആ പരിശോധന തുടങ്ങുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 58 വയസ്സുകാർ. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.